അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ അവധി പ്രഖ്യാപിച്ച മഹാരാഷ്ട്ര സർക്കാരിന്റെ തീരുമാനം ശരിവെച്ച് ബോംബെ ഹൈക്കോടതി. ഹർജിക്കാർക്ക് രേഖകൾ ഹാജരാക്കാൻ കഴിയില്ലെന്ന് കാണിച്ചാണ് കോടതി ഉത്തരവ്. ആർ അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അച്യുതൻ, ഏതായാലും ആ തീരുമാനത്തിൽ കോടതി ഇടപെടുന്നില്ല അല്ലേ? ഗോകുൽ, തീർച്ചയായിട്ടും 4 നിയമ വിദ്യാർത്ഥികളാണ് ഈ അവധി ചോദ്യം ചെയ്തുകൊണ്ട് ബോംബെ ഹൈക്കോടതിയെ ഇന്നലെ സമീപിക്കുന്നത്. അടിയന്തരമായി ഇതിൽ വാദം കേൾക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് ഇന്ന് 10:30 ഈ വിഷയം കോടതി പരിഗണിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ ഹർജിക്കാർ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഈ സർക്കാരിന്റെ ഇത്തരം നടപടികൾ മതേതര മൂല്യത്തിനെതിരാണെന്ന് ചൂണ്ടിക്കാട്ടി. തീരുമാനം ഏകപക്ഷീയവും നിയമവിരുദ്ധമാണെന്നും ഹർജിക്കാർ വാദിച്ചു. എന്നാൽ ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു അഡ്വക്കേറ്റ് ജനറൽ വാദിച്ചത്. വിവിധ മതപരമായ ആചാരങ്ങൾക്ക് കാലാകാലങ്ങളിൽ അവധി നൽകാറുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. ഒപ്പം തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനങ്ങളും ഈ ഹർജിക്കാർക്ക് നേരെ ഉണ്ടായി. കാര്യം, ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന പല വാദങ്ങൾ അത് തെറ്റായ വാദങ്ങളാണ്, അത് ഗൗരവകരമായി കാണുന്നുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഇത്തരം ഹർജികൾ ഫയൽ ചെയ്യുന്നതെന്നും കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനമുണ്ടായി. എന്നാൽ വീണ്ടും ഹർജിക്കാരൻ ഉന്നയിച്ചത് ഈ അവധി ദിനങ്ങൾ ഉത്സവങ്ങൾക്ക് വേണ്ടി അത്തരം ദിനങ്ങൾ അവധി നൽകാം, പക്ഷേ ഇതൊരു മതപരമായ ചടങ്ങാണെന്ന് വീണ്ടും ചൂണ്ടിക്കാണിച്ചെങ്കിലും മതിയായ രേഖകൾ ഈ ഹർജിക്കാരന് ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. ഒടുവിൽ മഹാരാഷ്ട്ര സർക്കാരിന്റെ അവധി പ്രഖ്യാപനം അത് ശരിവെച്ചിരിക്കുകയാണ്. കാര്യം ഈ എക്സിക്യൂട്ടീവ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഏതായാലും മഹാരാഷ്ട്ര സർക്കാർ അയോധ്യ പ്രതിഷ്ഠാനത്തിൽ പ്രഖ്യാപിച്ച അവധി അതിനെതിരെയാണ് നിയമ വിദ്യാർത്ഥികൾ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതായാലും ആ തീരുമാനത്തിൽ, സർക്കാരിന്റെ തീരുമാനത്തിൽ കോടതി ഇടപെടുന്നില്ല.